സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്നാ പിന്നെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങിയ. രാത്രിയായാൽ വീട്ടിൽ കയറിക്കൊള്ളുന്ന ഓർഡർ. വീട്ടിലെ ഞാനല്ല, അവളാ പോലീസ്. സാർ നാളെ വരില്ലേ? ഞാൻ പിന്നെ വരാതിരിക്കൂ. ഈ മാസ്റ്റർ ഒരു കാര്യം. ഹലോ കൃഷ്ണേച്ചി, ഇത് ഞാനാ. ലച്ചു, എന്താ മോളെ? കൃഷ്ണേച്ചി, എന്നെ വിചാരണ ചെയ്യാൻ പോവോ? വിചാരണയോ? സ്മാർത്തനും ഓദിക്കനും ഒക്കെ വരുമോ നാളെ? ഞാൻ എന്താ ചെയ്യേണ്ടത് കൃഷ്ണേച്ചി? പേടിയാവോ എനിക്ക്? വിചാരണ കഴിഞ്ഞ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നൊക്കെ പറയുന്നു. ലച്ചു, 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 ലച്ചു.
അടങ്ങി കിടന്നോണ്ട് ഇവിടെ തന്നിഷ്ടം കാണിക്കാതെ കൊല്ലും ഞാൻ. എന്താ ശ്രീധര എന്താ ഉണ്ടായേ? ഇവിടെ വിചാരണ നടത്തുവാന്നൊക്കെ പുറത്തേക്ക് അറിയിക്കണു അവള്. അപ്പൊ ഇതൊക്കെ നടത്തിയ കേസാവുന്നൊരു ധാരണ ഉണ്ടാവും. കേസോ? ആചാരം നടത്തുക അച്ഛാ, അതെങ്ങനെയാ കേസാവുക? ആവട്ടെ, ഇവള് കേസ് കൊടുക്കട്ടെ എന്റെ പേരില്, സംശയമില്ല. അങ്ങനെ ഉണ്ടായാ ഏട്ടനെ ഏടത്തെയും പോയടുത്ത് എന്നെ പോണ്ടി വരുവോളും. കഴുത്ത് ഞെരിച്ച് അങ്ങോട്ട് കൊല്ലും ഞാൻ. എന്നിട്ട് കേസ് പറഞ്ഞാ ഒരു രസം ഉണ്ടാവും. കൊല്ലുക. ഇങ്ങനെട്ട് ഭേദം ചെയ്യണല്ലേ നല്ലത്, അത് തന്നെയാ. ഉടനെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ ആകെ ഒരു പരിഭ്രമായി എനിക്ക്. ഒക്കെ ഓടിയിടന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്താ മോളെ, ആരാ വിളിച്ചത്? ലച്ചുവാ. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. സംസാരിച്ച് തീരും മുൻപ് അവളുടെ കരച്ചിൽ കേട്ടു ഞാൻ. എന്താ പറഞ്ഞത്? നാളെ വിചാരണ നടത്തൂന്നൊക്കെ പറയുന്നു. സ്മാർത്ഥം വരുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ ഒക്കെ. വിഡ്ഢിത്തം പറയാതിരിക്കേ. സ്മാർത്ഥ വിചാരമൊക്കെ പഴയ കാലത്തായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ചെയ്യില്ലാരും. ചെയ്യും. അത്രയ്ക്ക് പഴഞ്ച ചിന്താഗതി അവളുടെ ഇല്ലക്കാർക്ക്. ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയൊന്നുമില്ലല്ലോ. സ്വന്തക്കാരൊക്കെ കൂടി തീരുമാനിച്ചതാവും. എന്നാലും അത്തരം വിചാരണയൊന്നും ഇപ്പൊ ചെയ്യാൻ പാടില്ല മോളെ. ഒരു പരാതി എഴുതി കൊടുത്താൽ സമാധാനം പറയേണ്ടി വരും. ആര് പരാതിപ്പെടാൻ അച്ഛാ? വടക്കോട്ടുള്ള അഗ്രഹാരങ്ങളില് രഹസ്യമായിട്ട് ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ചിന്തിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. നാളെ വിചാരണ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ സാധാരണ പടിയടച്ച് പിണ്ടം വയ്ക്കലൊക്കെ പതിവ്. നാളെ നിശ്ചയമായി പോയില്ലേ മോളെ? ഇല്ലെങ്കിൽ ഒന്നേന്ന് അന്വേഷിക്കാമായിരുന്നു. എല്ലാവരും ചേർന്ന് എന്റെ ലച്ചുവിനെ കൊല്ലാക്കൊല ചെയ്യൂ അച്ഛാ. നീ സമാധാനമായിട്ടിരിക്കെ. വിചാരണ എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോവില്ലേ? അത് കഴിയട്ടെ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. തീരുമാനിച്ചു കഴിഞ്ഞു സച്ചിദാനന്ദൻ. താലികെട്ടും സദ്യയും ആഘോഷങ്ങളുമായിട്ട് സുഖിപ്പിക്കിലൂടെ ഒരുത്തനെ ഞാൻ. ആദിത്യനെയും രഘുരാമനെയും മുതല് ആ തുള്ളി തുള്ളി നടക്കുന്ന കൊച്ചു പെണ്ണിനെ വരെ കാണുമ്പോ എന്റെ മനസ്സിൽ തീയ. എന്റെ അച്ഛനും അമ്മയും പച്ചയ്ക്ക് നിന്ന് കത്തിയപ്പോ ഞാൻ നെഞ്ചിലേറ്റ് വാങ്ങിയ തീയ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയ കാലമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എനിക്ക്. ആരെ നോക്കുമ്പോഴും കൊല്ലാനുള്ള തീയ എന്റെ കണ്ണില്. എന്നാ കത്തിച്ചെന്നെ അങ്ങ് തീർത്താലോ എല്ലാത്തിനെയും. സ്റ്റൗ പൊട്ടിത്തെറിക്കുന്ന എളുപ്പം. അതല്ലെങ്കിൽ പിന്നെ കറണ്ട് അടുപ്പിക്കണം. ഓ, അത് മെനക്കെട്ട പണിയാ. വരട്ടെ തുളസി. പെട്ടെന്നെല്ലാം ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ വയ്യ എനിക്ക്. ചെയ്യുന്നതൊന്നും ഇരു ചെവി അറിയരുത്. അതിനാ തന്നെ കൂടി സഹായത്തിന് വിളിച്ചത്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചെയ്തിരിക്കും തുളസീധരൻ. രഘുരാമന്റെ കല്യാണം നടക്കുമെന്നറിയട്ടെ. നടന്നാ പിന്നെ ആദ്യത്തെ ചടങ്ങ് നീളത്തിലൊരു വാഴയില വെട്ടിയിട്ടായിരിക്കും. അതാരെ വേണമെന്ന് തീരുമാനിച്ചാൽ മതി. അതിനു മുമ്പ് ചിലപ്പോ വിചാരിച്ചിരിക്കാത്ത ചില അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. സ്മാർത്ഥം വരുന്നുണ്ട്. പഠിക്കലെത്തി. എന്താ ശ്രീധര? സ്മാർത്ഥം വരുന്നുണ്ടെന്ന്. പെണ്ണിന്റെ വിചാരണ ഇന്ന് തീരുമാനിക്കും.
പ്രാർത്ഥന വന്നല്ലേ? വല്യച്ചി, എന്നെ എന്ത് ചെയ്യാനാ? എന്തും ചെയ്യാം. പണ്ടാണേൽ കോഴിക്കോടൻ മാപ്പിളമാർക്കൊരാഘോഷ നമ്പൂരിപ്പെണ്ണ് പിഴച്ചാൽ മടിശീല നിറച്ച് പണവുമായിട്ട് പടിപ്പുരയ്ക്കൽ വന്ന് നിൽക്കും. പിന്നെ തരം പറഞ്ഞ് കച്ചോട പിണ്ണം വച്ച പെണ്ണിനെ. എന്താ വേണ്ടെന്ന് ഇവിടുന്ന് പറയാ, അത് തന്നെ ചെയ്യാം. പെണ്ണ് കാരണം മരണം രണ്ടായി, ഇനി ഉണ്ടാവുന്ന ആ കണി ആര് പറയുന്നത്? അതിനു മുമ്പ് എന്താന്ന് വെച്ചാ ചെയ്യണം. എവിടെ ഇരുത്തിയിരിക്കുന്നു ആ പിഴച്ച സാധനത്തെ? അറപ്പുരയിലുണ്ട്. എന്താ ശ്രീധര, ദോഷം വന്ന പെണ്ണിനെ അറപ്പുരയിൽ ഇരുത്തിയിരിക്കുക. കഷ്ടം. എതിർക്കട പാടെ ഇറങ്ങി വന്ന് കോപിക്കും. നശിപ്പിക്കാൻ തീരുമാനിച്ചോ? ഇല്ലം. ഇല്ല, എങ്ങനാ മാറ്റേണ്ടതെന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ ആവാം. പിഴച്ചപ്പം മുതല് പെണ്ണല്ല, സാധനമാണത്. വിധിപ്രകാരം സാധനത്തെ വെള്ള ചുറ്റിച്ച് തെക്കേപ്പുറത്തെ ചായ്പിലിരുത്തുക. ആരും നേർക്ക് നേർ കാണണ്ട, അത് ദോഷാവും. ഓ, ഇത്രയും ദിവസം കണ്ടൂലോ, അത് ദോഷാവോ? ആവും. പരിഹാരം ചെയ്യണം. എന്തായാലും ചായ്പിലേക്ക് മാറ്റിക്കോളൂ. ആ ദാസി ഉണ്ടാവില്ലേ? ഉണ്ട് കുഞ്ഞുപെണ്ണ്. ആ, എന്തേലും ആവശ്യമുണ്ടായി എന്ന് വെച്ചാൽ ദാസി മുഖാന്തരം പറയട്ടെ. താമസിക്കണ്ട. സ്നാനം കഴിഞ്ഞ് ധ്യാനവും കഴിഞ്ഞാൽ വിചാരം തുടങ്ങും. സ്മാർത്ത വിചാരം. വിചാരണയിൽ പേരെത്ര പറയുന്നു നോക്കട്ടെ, എന്നിട്ടാവാം അടുത്ത പടി. എന്താ എന്താ അവര് തീരുമാനിച്ചേ? കുട്ടി എവിടുന്ന് മാറ്റും, തെക്കപ്പുറത്തെ ചായ്പിലേക്ക്, എന്നിട്ട് വിചാരണ നടത്തും. ചോദ്യം ചെയ്യുമ്പോ എന്താ കുട്ടി പറയാ? രാമനെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാനില്ല എനിക്ക്. എവിടെയുണ്ടെങ്കിലും ഒരു താലിയുമായിട്ട് രാമൻ എന്നെ തേടി വരുമെന്ന് പറയും. എന്താ കല്യാണം തീരുമാനിച്ചോ? അവര് തീരുമാനിച്ചോന്നോ? ഇന്ന് നിശ്ചയം നടക്കുക. പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി എല്ലാവരും. വിഷ്ണു ഒന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം എന്തായാലും പറയണ്ട. അറിഞ്ഞു. ആരും പറഞ്ഞില്ലെങ്കിലും നിശ്ചയം നടത്താൻ പോയത് കൃത്യമായിട്ട് അറിഞ്ഞു ഞാൻ. അവര് കല്യാണം നടത്തിയ അതേ സമയത്ത് തന്നെ അതിലും വലുതായിട്ട് നിന്റെ കല്യാണം നടത്തും നമ്മള്. മോള് സമാധാനായിട്ടിരിക്കെ. അങ്ങനെ സമാധാനായിട്ടിരിക്കാൻ പറ്റില്ലമ്മ. എനിക്ക് ആഗ്രഹിച്ചു പോയതാ. അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. ഞാനും ആഗ്രഹിച്ചതാ നിന്നെ അവൻ കെട്ടണമെന്ന്. കണക്കില്ലാത്ത അവിടുത്തെ സ്വത്തിന് അവകാശി നീയായിരിക്കണമെന്ന്. അത് നടക്കുവച്ച ഒരു നിശ്ചയം കൊണ്ട് തീരുന്നതല്ല ഒന്നും. കല്യാണം ഉറപ്പിച്ചോട്ടെ, പക്ഷെ താലി അവളുടെ കഴുത്തിൽ വീടില്ല. ഇത് നിശ്ചയത്തിൽ മാത്രം ഒതുങ്ങും. മകരം 15-നുള്ള മുഹൂർത്തം ഏറ്റവും ഉത്തമം. ഓ, അതങ്ങ് നിശ്ചയിക്ക്. എന്താ? ഞങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ല. മാഷ് പറയട്ടെ. എല്ലാവരുടെയും സൗകര്യങ്ങളല്ലേ പ്രധാനം. അങ്ങനെ ആവട്ടെ, നമുക്ക് 15-ാം തീയതി തന്നെ നടത്താം. ആ, എന്നാ പിന്നെ ചടങ്ങ് തുടങ്ങാം. ഓഹോ, ചോദിക്കുമ്പോ കടത്തി തന്നെ ചോദിച്ചോളൂ കേട്ടോ. കുറയ്ക്കണ്ട. കുറയില്ല. കാലം അറിയിച്ചാലും ആചാരം ആചാരം തന്നെയാ. സാധനം ചെറുപ്പായതുകൊണ്ട് ഇത്തിരി പരിഭ്രമൊക്കെ ഉണ്ടാവും. എന്തിനെ? വയറ് വീർപ്പിക്കാൻ നേരം ഈ പരിഭ്രമം ഉണ്ടായില്ലല്ലോ. അങ്ങോട്ട് ചോദിച്ച് കിളി പോലെ അങ്ങ് പറയിക്കുക, അത്ര തന്നെ. വന്നോളൂ.
അവര് വന്ന് ചോദിക്കുമ്പോ അറിയാവുന്നതൊക്കെ പറഞ്ഞോളൂ. ഇല്ലെങ്കി പിന്നെ നീട്ടിക്കൊണ്ടുപോകുക ഈ വിചാരണ. തെക്കോട്ടൊന്നും ഇങ്ങനൊരു വിചാരണ ഇപ്പൊ കേട്ടുകേൾവി പോലും ഇല്ല. ഇവിടെ മാത്രം ഇത് എന്ത് സമ്പ്രദായമാണാവോ? വന്നു. നീ ഏതാ പെണ്ണേ? പാലക്കാരിയാ, കുഞ്ഞിപ്പെണ്ണ്. സാധനം അകത്തുണ്ടോ? ഉണ്ട്. ആ, പുളി തെറ്റിയെന്ന് കേട്ടു. അത് നേരാണോ എന്ന് ചോദ്യം. ശരിയാണ്. ആ, എന്താ അങ്ങനെയാവാൻ കാരണം? എന്തെങ്കിലും അസുഖം വച്ചാൽ വൈദ്യരെ ഏർപ്പാടാക്കാം. ഇല്ലെങ്കിൽ അപ്പോത്തേക്കരിമാരുണ്ടല്ലോ യഥേഷ്ടം. ഇതിപ്പോ വയറ് വീർക്കല്ല അസുഖം, ദഹിക്കാത്തതല്ലേ ഉള്ളില്. 8-9 മാസം എടുക്കുവേ ഭേദമാവാൻ. നേരാണോ പെണ്ണേ? സാധനത്തിന് വിശേഷം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. വയറ്റിലുണ്ടെന്ന് അങ്ങ് തെളിച്ച് പറയുക, അതല്ലേ കേൾക്കാനൊരു രസം. ഗർഭിണിയാണ്. കന്യക ഗർഭം ധരിക്കണത് ദോഷം വരണ കുറ്റാന്ന് അറിയില്ലേ? അറിയാം. നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി അങ്ങ് പറയുവാണോ അതോ സാധനം മറുപടി പറയുന്നുണ്ടോ? പറയണുണ്ട്. എന്നാ ചോദിക്കു പെണ്ണേ, ഇതെങ്ങനെ സംഭവിച്ചു? അബദ്ധാണോ അതോ കരുതിക്കുട്ടിയോ? ഇനി അതല്ല ബലപ്രയോഗാണോ എന്ന് ചോദ്യം. അബദ്ധാവാൻ വഴിയില്ല. ഉറക്കത്തിൽ പറ്റാവുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. മറുപടി പറയാൻ പറയൂ പെണ്ണേ സാധനത്തോട്. എന്താ ഞാൻ പറയേണ്ടത്? മനസ്സറിവോടെയാണെന്ന് പറഞ്ഞോളൂ. സത്യം. സമ്മതത്തോടെയാണ്. ഹായ്, അങ്ങനെ വരട്ടെ. ഈ ചെറു പ്രായത്തിലും എന്താ ഒരു ധൈര്യം. ആരൊക്കെയാണെന്ന് അങ്ങോട്ട് ചോദിക്ക. എന്താച്ചാലും ഒരാളാവാൻ തരമില്ല. അതെ, ദോഷം വരുത്തിയത് ആരൊക്കെ ചേർന്നാണെന്ന് ചോദ്യം. ഒരാളേ ഉള്ളൂ. കഷ്ടം. ഒന്നിൽ കൂടുതലാണെങ്കിലേ വിചാരണക്കൊരു സുഖം ഉണ്ടാവും. ആ, പേര്? പേര് രാമൻ. അതെ, എനിക്കറിയൂ. രാമൻ. വെറും രാമനോ? ഏത് ദേശത്തുള്ളവൻ? അറിയില്ല. കുലപ്പേര്? അറിയില്ല. ജാതിപ്പേരോ പെണ്ണേ? അതുമറിയില്ലേ സാധനത്തിന്? ഇല്ല, അതിന് വേറെ ഒന്നും അറിയില്ല. ഹായ്, എന്താ ഇത്? ഊരും പേര് പറയാത്ത ഒരുത്തം വന്ന് സംയോജിക്കാന്ന് വെച്ചാല് ഇതെന്താ കഥ? മനക്കര ആത്തേമാര് പുറത്തിറങ്ങിയാ പിന്നെ ദേവദാസിക്ക് തുല്യ. അതെ അതെ. ശിവ ശിവ, കളികാലത്തിന്റെ ഒരു പോക്കേ. നുണയാവും പറയണത്. പൊളിവാക്ക് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് മോഹിക്കണ്ട. സത്യം അറിയണമെന്ന് പറയൂ പെണ്ണേ. സത്യ ഞാൻ പറയണത്. അത് പറയണതൊക്കെ സത്യ. രാമനെ അതിനറിയൂ. ഓഹോ, പേരുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കുന്തിക്ക് കിട്ടിയ വരം പോലെ ആയിരിക്കുമോ ഇത്? രാമൻ എന്ന് പറഞ്ഞത് ഇനി സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണോ എന്ന് ചോദ്യം.
എന്താ? അതെ, ചിത്രകൂടത്തിലെ ശ്രീരാമനാണെന്ന് ഉത്തരം. എന്താ സാധനം പറയുന്നത് പെണ്ണേ? അത് രാമൻ തന്നെയാണെന്ന്. ആര്? ശ്രീരാമനോ? മാപ്പാക്കണം, അങ്ങനെ പറയുന്നു. ഹാ, അനാവശ്യം പറയുന്നു. അതോ കളിയാക്കി വിടാന്നാണോ? അല്ല, ഇത് എനിക്കറിയൂ. ഇനി എത്ര ചോദിച്ചാലും ഇത് മാത്രമേ എനിക്കറിയൂ. അതിന് മറ്റൊന്നും അറിയില്ല. ഉറപ്പിച്ചു പറയുകയാണോ? അതെ, ഇത് എനിക്കറിയൂ. അതെ, ഇത് ശുദ്ധ പോഷകാണ് കേട്ടോ, വിശ്വസിക്കണ്ട. വിശ്വസിച്ചിട്ടില്ല. ആ, എന്നാലും മറ്റൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ അടുത്ത പടിയിലേക്ക് നീങ്ങുക തന്നെ. ജലപാനാവാം, മറ്റൊന്നും കൊടുക്കണ്ട പെണ്ണേ. ഇത്ര അഹങ്കാരം ഉണ്ടോന്നൊരു സംശയം.